ഹായ്, ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ്. വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെ കയറിയപ്പോൾ ആകാശത്തുള്ള മേഘങ്ങൾ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരേ നേരത്തിൽ മേഘങ്ങൾ വിധവിധമായി നിൽക്കുന്നത് കാണുമ്പോൾ അതൊരു സന്തോഷം തന്നെ. ഞാൻ ഈ മേഘത്തിനെ പറ്റി ഒന്ന് കുറേ ചിന്തിച്ച് നോക്കി. കാഴ്ചക്ക് ഗോചരമായ രീതിയിൽ ഭൗമാന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ചുണ്ടാകുന്ന വാതകപിണ്ഡങ്ങളാണ് ഈ മേഘങ്ങൾ എന്ന് പഠിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. അന്തരീക്ഷത്തിൽ മേഘങ്ങൾ കാണപ്പെടുന്ന ഉയരത്തിനനുസൃതമായി അവയിൽ ഘനീഭവിച്ച നീരാവിയോ മഞ്ഞുപരലുകളോ കാണപ്പെടാം. മേഘങ്ങളെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേര് നെഫ്രോളജി. എന്തു ഭംഗിയാണിത് കാണാനറിയോ. ഒരു നാട പോലെ നീണ്ട് തൂവൽ പോലെ മൃദുലമായ വശങ്ങളോട് കൂടിയ ചെറിയ മേഘശകലങ്ങൾ നിരത്തിയിട്ട പോലെ കാണപ്പെടുന്നവ, ആകാശം മുഴുവൻ നിറഞ്ഞു നിർത്താതെ മഴ പെയ്യിക്കുന്നവ, കാറ്റിൻ്റെയും ഇടിയുടെയും അകമ്പടിയോടെ കറുത്തിരുണ്ടു വരുന്നവ എന്നിങ്ങനെ പലതരത്തിൽപ്പെട്ട മേഘങ്ങളെ കാണാം. ഇവയൊക്കെ പ്രത്യേക രീതിയിൽ തരംതിരിച്ചാണ് കാലാവസ്ഥാ വിദഗ്ധർ വിളിക്കുന്നത്. മേഘങ്ങളെ അവയുടെ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിലും അവ സ്ഥിതി ചെയ്യുന്ന ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിലും തരംതിരിച്ച് അതിന് ഓരോ പേരും പറയുന്നുണ്ട്. ഒരു പാളി പോലെ കാണപ്പെടുന്ന കൃത്യമായ അരികുകളില്ലാത്തതിന് സ്ട്രാറ്റസ് എന്നും, ഒരു കൂമ്പാരം പോലെ കാണപ്പെടുന്ന കൃത്യമായ അരികുകൾ ഉള്ളത് ക്യൂമുലസ് എന്നും, നാട, നാര്, തൂവല് തുടങ്ങിയ ആകൃതിയിൽ വളരെ മൃദുവായി തോന്നുന്ന അരികുകൾ ഉള്ളതിന് സീറസ് എന്നും ഇങ്ങനെ ഓരോ പേരുകൾ വിളിക്കുന്നുണ്ട്. ആകാശത്തെ മേഘങ്ങൾ പലതരത്തിലുള്ള മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പ്രകൃതിയുടെ ഈ വിസ്മയ കാഴ്ചകൾ ഓരോ കാലാവസ്ഥയിലും വ്യത്യസ്തമായ രീതിയിലാണ് ആകാശത്ത് കാണപ്പെടുന്നത്. ഇന്നിത് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിനൊക്കെ എന്തൊക്കെ ഒരു സന്തോഷം. പഞ്ഞി പോലെ വെളുത്ത നല്ല തെളിഞ്ഞ ആകാശത്ത് പഞ്ഞിക്കെട്ടുകൾ പോലെ ചിതറിക്കിടക്കുന്നു. സായാഹ്നങ്ങളിൽ സൂര്യപ്രകാശം തട്ടി ഇവ പല വർണ്ണങ്ങളിലേക്ക് മാറുന്നുണ്ട്. പിന്നെ ആകാശത്ത് വരകൾ പോലെ കാണപ്പെടുന്ന നേർത്ത മേഘങ്ങളുണ്ട്. മേഘങ്ങൾ കൂടിച്ചേർന്ന് മൃഗങ്ങളുടെയും പക്ഷികളുടെയും പർവ്വതങ്ങളുടെയും രൂപത്തിൽ ആകാശത്ത് സൃഷ്ടിക്കുന്നത് കാണാൻ വളരെ മനോഹരമാണ്. എനിക്കും തോന്നിയിട്ടുണ്ട്. ചില കുതിരനെ പോലെ തോന്നും. അങ്ങനെ ഓരോരോ ഷേപ്പ്, മൃഗങ്ങളെ ഷേപ്പിൽ, എന്തൊക്കെയോ ഷേപ്പിലൊക്കെ തോന്നും. നല്ല രസമാണ് കാണാൻ. കറുത്തിരുണ്ട ആകാശങ്ങൾ മൂടുന്ന മേഘങ്ങളെ മഴയുടെ വരവിനെ അറിയിക്കുന്നു. ഭൗമാന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിച്ചുണ്ടാകുന്ന സൂക്ഷ്മ ജലകണികകളുടെയോ മഞ്ഞുപരലുകളുടെയോ ശേഖരമാണ് മേഘങ്ങൾ. സൂര്യതാപത്താൽ ജലം ബാഷ്പീകരിക്കപ്പെട്ട് മുകളിലേക്ക് ഉയരുന്ന വായു തണുക്കുകയും അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങൾ ഈ നീരാവി പറ്റിപ്പിടിച്ച് ജലകണങ്ങളായി മാറുകയും ചെയ്യുമ്പോഴാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത്. ഭൂമിയിലുള്ള ജലാശയങ്ങളിൽ നിന്ന് ജലം സൂര്യൻ്റെ ചൂട് കാരണം നീരാവിയായി അന്തരീക്ഷത്തിൽ കലരുന്നു. ഈ ചൂടുള്ള വായു മുകളിലേക്ക് ഉയരുമ്പോൾ അതിലെ മർദ്ദം കുറയുകയും അത് വികസിക്കുകയും ചെയ്യുന്നു. മുകളിലെത്തുന്ന വായു തണുക്കുകയും അതിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികം നീരാവി സാച്ചുറേഷൻ അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് തണുത്ത വായുവിലെ നീരാവി അന്തരീക്ഷത്തിലുള്ള പൊടി, പുക, ഉപ്പ് തുടങ്ങിയ സൂക്ഷ്മകണങ്ങളിൽ പറ്റിപ്പിടിച്ച് ദശലക്ഷക്കണക്കിന് ജലത്തുള്ളിയോ മഞ്ഞുപരലുകളോ ആയി മാറുന്നു. ഇത്തരത്തിൽ രൂപപ്പെടുന്ന കോടിക്കണക്കിന് സൂക്ഷ്മകണങ്ങൾ
ഒരുമിച്ച് ചേർന്ന് ആകാശത്തെ മേഘങ്ങളായി ദൃശ്യമാക്കുന്നു.